ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീടിന്റെ. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ വീടിന്റെ ഫുൾ വീഡിയോ ഒരു ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു കമന്റ് പ്രകാരം ഞാൻ ഇന്നൊരു ഹോം ടൂർ ചെയ്യാൻ തീരുമാനിച്ചു. ഫസ്റ്റ് ഇതാണ് വീട്. ഇത് 1350 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിനുള്ളത്. 5 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. പിന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോവാം. അപ്പൊ ഇതാണ് എന്റെ വീടിന്റെ പേര്. എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ജന്ന എന്നാണ്. അപ്പൊ അതിന്റെ മീനിങ് സ്വർഗം എന്നാണ്. അപ്പൊ ഇതാണ് വീടിന്റെ പേരായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ട് ആണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ആണ് പറഞ്ഞത്. അതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു. ഇതാണ് സിറ്റ് ഔട്ട് ഏരിയ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇതാണ് ഒരു മെയിൻ ഹാളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സോഫ ഇട്ടു, അതുപോലെ ഒരു ഷോക്കേസ് ഇങ്ങനെ ചെയ്തു. അതിന്റെ ബാക്കിലായിട്ട് ഷോക്കേസിന്റെ ബാക്കിലായിട്ട് വാൾ പാനലാണ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് കളറിലുള്ള. പിന്നെ അതിൽ ഇതുപോലെ മെമന്റോസും ട്രോഫീസൊക്കെ വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതുപോലെ ഈ ഒരു സോഫ ഇട്ടിരിക്കുന്നതിന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ ഫ്രീ ആയിട്ട് കിടക്കും, ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ട് കിടക്കും. അതിന് പകരം ഇങ്ങനെ ഒരു വാൾ സീലിംഗ് ആയിട്ട് ഇങ്ങനെ വെച്ചു. അതിൽ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തു. അപ്പൊ കുറച്ചുകൂടെ ഒരു ലക്ഷറി ഫീല് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഈ ഹാളിൽ തന്നെ ആയിട്ട് ഈ TV ഏരിയ ആണ് ആക്ച്വലി ഇത്. പക്ഷെ നമ്മളിവിടെ TV വെക്കണില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഡെക്കർ ചെയ്തു. അതിനോടൊപ്പം ഇങ്ങനെ ഒരു ഷെൽഫും കൂടെ ചെയ്തു, മൊമെന്റോസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. TV വെക്കണമെങ്കിൽ നമുക്ക് വെക്കാം, അതിനുള്ള സെറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്രയും വാഷ് ബേസിൻ ഏരിയ ആയിട്ടും അതിനോടൊപ്പം ചേർത്തിട്ട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മെഡൽ ഹാങ്ങിങ്ങും കൂടെ ചെയ്തു. അതപ്പോൾ ഡിസ്പ്ലേ നന്നായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷെയ്ഡ് നന്നായിട്ട് ചേരുമെന്ന് തോന്നി അങ്ങനെ ചെയ്തു. ഇനി ഡൈനിങ് ടേബിളിനെ പറ്റി പറയാം. ഇതില് എല്ലാവർക്കും കൂടെ ഒരു 6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടേബിളും ചെയറുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ തന്നെ സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഏരിയ ആയിട്ടാണ് ഡൈനിങ് ഏരിയ റെഡിയാക്കിയിരിക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലൊരു ഫാൻസി ലൈറ്റും കൂടെ സെറ്റ് ചെയ്തു. അപ്പോൾ കൂടുതൽ ബ്രൈറ്റ്നെസ് തോന്നിക്കാൻ വേണ്ടിയിട്ട്. താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം നമുക്ക് പോയി കാണാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്നത്. ഇവിടെ ഉമ്മച്ചി ബാബുജിയാണ്, അവരുടെ ബെഡ്റൂമാണിത്. അതിനോടൊപ്പം പിന്നെ ഇവിടെ ഇതൊരു ഷെൽഫ് വെക്കാനുള്ള ഒരു ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു അലമാര വെക്കാനുള്ള ഒരു ഏരിയയും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട്. ഇവിടെ നമ്മൾ നിസ്കാര റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഗസ്റ്റുകൾ വന്നാലൊക്കെ ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു റൂമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഷെൽഫ് വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിസ്കരിക്കാനും ഖുർആനും ഓതാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മൊബൈലിലോട്ടുള്ള കോണി നമ്മൾ സ്റ്റെയർ ചെയ്തതാണ്. ഇതിൽ തന്നെ ഇങ്ങനെ ഒരു മോഡലാണ് അവർ പറഞ്ഞു തന്നത്. പണിക്കാരുടെ ഐഡിയയാണ്. അതിന്റെ ഉള്ളിലായിട്ടൊരു ബോക്സ് വെച്ചിട്ട് അതിലിങ്ങനെ ഫ്ലവർ വേസ് വെച്ചു. അപ്പൊ കാണാൻ നല്ല ലുക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഇത് ഇരുമ്പിന്റെതാണ് കേട്ടോ, അത് വുഡൻ അല്ല. ഇരുമ്പില് വുഡന്റെ പെയിന്റ് കൊടുത്തതാണ്. കാണാൻ നല്ല വുഡൻ വർക്കായിട്ട് തന്നെ തോന്നിക്കും. അതുപോലെ ഇതിന്റെ താഴെയായിട്ട് നമ്മള് ഇൻവെർട്ടറിന്റെ ഒരു ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാക്സിമം നമുക്ക് പ്ലേസ് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോമൺ ബാത്റൂമാണ് നമ്മൾ കാണിക്കാൻ പോണത്. ഇതാണ് കോമൺ ബാത്റൂമായിട്ട് വരുന്നത്. ഇനി നമുക്ക് കിച്ചൺ ഏരിയയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ. ഇത് സംഭവം ചെറിയൊരു കിച്ചൺ ആണ്, പക്ഷെ നല്ല രീതിയിൽ ഷെൽഫൊക്കെ കൊടുത്ത് നല്ല ഇതുപോലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം തട്ടുമെന്നോ അങ്ങനെയൊന്നും പേടിക്കണ്ട. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഈ പാത്രം കഴുകി വെക്കാനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്യാസ് വെക്കാനുള്ള ഒരു പ്ലേസ്. അപ്പൊ ഈ ഒരു സൗകര്യം ഈ ഒരു കോമൺ കിച്ചണിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ഇനിയാണ് നമ്മൾ മെയിൻ വർക്ക് ഏരിയ കാണിക്കുക. വർക്ക് ഏരിയയിലാണ് നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ എല്ലാം നടക്കുന്നത്. കാരണം ഇത് കണ്ടോ, നിങ്ങൾക്ക് ഈ വലിപ്പം കണ്ടാൽ അറിയാം. പിന്നെ ഇത് ഷീറ്റ് ഇട്ട്, മുകളിൽ ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കണേ. കാരണം ചെറിയ കിച്ചൺ, നമ്മൾക്ക് മെയിൻ കിച്ചൺ സ്മോൾ ആയിട്ടുള്ളതുകൊണ്ട് ഈ ഒരു വർക്ക് ഏരിയ കുറച്ചുകൂടെ വിസ്താരമാക്കി എടുത്തു. ഇവിടെ ടേബിളും പിന്നെ ചെയർസും സോഫയും എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ അതുപോലെ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ കുറച്ച് കൃഷിയുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തു. ശരിക്കും സക്സസ് ആയി. നമ്മളിപ്പോഴാണ് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കിയത്. സംഭവം നമ്മളെ കൃഷിയൊക്കെ കണ്ട് അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. TV ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇവിടെ തന്നെ അങ്ങോട്ട് കൂടാം. അവിടെ അങ്ങോട്ട് വൃത്തിയേടാവേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. വർക്ക് ഏരിയയിൽ ഈ ഭാഗത്താണ് കൂടുതലായിട്ടും നമ്മൾ എപ്പോഴും പെരുമാറുന്നത്. ഞാനും ഉമ്മച്ചി ബാബുച്ചി മോളുമാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പൊ എല്ലാവരും ഇവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. പിന്നെ കിച്ചൺ ഏരിയ മെയിനായിട്ട് ഇവിടെയാണ് യൂസ് ചെയ്യാറുള്ളത്. കൂടുതൽ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് കിട്ടിയ ഒരു പ്ലേസ് ആണിത്. പിന്നെ വന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇങ്ങനെ. പിന്നെ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ വിശേഷങ്ങൾ കാണാം. സ്റ്റെപ്പ് കയറി വരുന്ന ഇവിടെ ഈ പറകോളം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് നമ്മള് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു. അതോടൊപ്പം ഇതിന്റെ ഒരു ഉപയോഗം എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നല്ല വെളിച്ചം എപ്പോഴും വീട്ടിലോട്ട് വരും. ഈ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇരുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. ആ ഒരു വെളിച്ചം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലോട്ട് പോവാം. ഇതാണ് ഒരു മുകളിലുള്ള ഒരു സ്പേസ്. ഇവിടെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തെടുത്തു. കാരണം പിന്നെ ഒരു ലൈബ്രറി പോലെ ഒരു റൂമായിട്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ട് കഴിയില്ല. അപ്പൊ ബജറ്റ് കൂടും. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു രീതിയിൽ ഷെൽഫ് അടിച്ചിട്ട് ഇവിടെ നമ്മുടെ ലൈബ്രറി ഏരിയ ആക്കി. ഇവിടെ ഇതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു. അതോടൊപ്പം അതിന്റെ ഷെൽഫിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് ഡോറും കൂടെ സെറ്റ് ചെയ്തു. ഇത് ഇങ്ങനെ തുറക്കുമ്പോ ഇതില് നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു പിന്നെ സ്പേസ് ആയിട്ട് ഉപയോഗിച്ചു. ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ. ഇവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ട് ഈ ഒരു ഏരിയ ഇങ്ങനെ സെറ്റാക്കി എടുത്തു. അതുപോലെ ഇവിടെ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചു. കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു. ഈ ഭാഗം ഇങ്ങനെ ഒരു രീതിയിൽ സെറ്റാക്കി. ഇതാകുമ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ സുഖമായിട്ട് നമുക്ക് മോർണിംഗും ഈവനിങ്ങും ഒക്കെ ഇരിക്കാൻ നല്ല രസമുള്ള സ്ഥലമാണ്. വളരെ കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും പിന്നെ ഫാമിലിയോടൊപ്പം ഇരിക്കാനൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യാറ്. ഇത് മുകളിലത്തെ ഭാഗത്ത് 2 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ എന്റെ ബെഡ്റൂമാണിത്. ഇത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ബെഡ്റൂമാണ്. പിന്നെ ഇതുപോലെ ബെഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ എന്റെ വള സ്റ്റാൻഡൊക്കെ വെക്കാൻ പറ്റിയ ഒരു ബെഡാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ ഒരു ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ്ഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ ഷെൽഫാണ്. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ബെഡ്റൂമാണ്. അതോടൊപ്പം അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ഇവിടെ. ഇനി ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഇത് മോളുടെ ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡ് അല്ല, റൂം മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അവൾക്ക് പറ്റിയൊരു സ്റ്റഡി ടേബിൾ ഇടാനും അതുപോലെ അവളുടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു ബെഡ്റൂമായിട്ടാണ് അവൾക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു ഷെൽഫ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അവിടെ. അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ കൊടുത്തു. പിന്നെ ഇത് അവളുടെ ലോകമാണ്. ഇതൊരു ചെറിയ ബെഡ്റൂം ആണെങ്കിൽ അത്യാവശ്യം അവളുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ ഒരു രീതിയിൽ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തു. ഇവിടെ ഇങ്ങനൊരു സ്പേസിൽ ഇങ്ങനൊരു വാൾ ഡെക്കർ കൊടുത്തു. അപ്പൊ അവിടെ ഒരു എംറ്റി ഫീൽ ഉണ്ടാവില്ല. അതുപോലെ ഇതൊന്നും തുറന്നാൽ പിന്നെ ഒരു ബാൽക്കണി പോലെ ഒരു സ്പേസ് ആണ്.
ഇവിടെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് അവിടെ ഈവനിങ് ടീ പോലെയൊക്കെയുള്ള സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഷാല്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അതുപോലെ ആക്കണമെന്നാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി, പിന്നെ നല്ല കാറ്റാണ്. അതുപോലെ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കാണാൻ. മലയും കുന്നും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ്. അതുപോലെ നമ്മുടെ കൃഷി സ്ഥലമൊക്കെ ഇവിടെ നിന്ന് കാണാം. കുറച്ച് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ശരിക്കും അലക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. താഴെ തന്നെയാണ് അലക്കലും. വാഷിംഗ് മെഷീനൊക്കെ താഴത്തെ വാഷ്റൂമിലാണ്. അത്യാവശ്യം ഇവിടെ നമുക്ക് ഒരു നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ അങ്ങനെ ഇട്ടൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സമാധാനപരമായിട്ട് സൗണ്ടോ ബഹളോ ഒന്നും ഇല്ലാത്ത ഒരു സ്പേസ് ആണ് ഇവിടെയും. അപ്പൊ ഇതാണ് ശരിക്കും ടോട്ടലി വീടിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് എന്റെ വീട്, ഈ വീടിന്റെ ഉൾഭാഗം. അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടുക. അപ്പോൾ ഞാൻ അതിൽ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എന്റെ വീഡിയോ ആക്സെപ്റ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.